നമ്മളിപ്പോൾ ബൗൾഡേഴ്സ് ബീച്ചിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇനി വിസിറ്റേഴ്സ് സെൻറ്ററിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സീഗൾസ് ഇങ്ങനെ വട്ടമിട്ട് പറക്കണ കാണാം. ഒന്ന് രണ്ട് ആളുകളെയും ആ പാറപ്പുറത്ത് കാണാം. ഈ കാണുന്ന വുഡൻ ബോർഡ് വാക്ക്, അതായത് മരത്തോണ്ടുണ്ടാക്കിയ ബോർഡ് വാക്ക് വഴിയാണ് നമ്മൾ ബൗൾഡേഴ്സ് ബീച്ചിൻ്റെ വിസിറ്റേഴ്സ് സെൻറ്ററിലേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ചുറ്റും നാച്ചുറൽ വെജിറ്റേഷൻ, കുറ്റിച്ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അതുപോലെ ഈ സൈഡിൽ നിങ്ങൾക്ക് വലിയ ബൗൾഡേഴ്സ് കാണാം, അതായത് ഗ്രാനൈറ്റിൻ്റെ വലിയ പാറകൾ കാണാം. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ബീച്ചിന് ബൗൾഡേഴ്സ് ബീച്ച് എന്ന പേര് വരാൻ കാരണം ഇതുപോലെ വലിയ വലിയ ബൗൾഡേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഈ ബോർഡ് വാക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ആഫ്രിക്കൻ പെൻഗ്വിൻസിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ കൂടിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാം, ആ പാറപ്പുറത്ത് കുറേ കുഞ്ഞ് കുഞ്ഞ് ഡോട്ട്സ് പോലെ കാണാം. അത് പെൻഗ്വിൻസ് വെയിൽ കായാൻ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. നല്ല രസമുള്ളൊരു വ്യൂ ആയിട്ടുണ്ട് കേട്ടോ അത്. ഈ പെൻഗ്വിൻസ് ഈ കുറ്റിച്ചെടികളുടെ അവിടെ തന്നെയാണ് കേട്ടോ അവരുടെ കൂടുണ്ടാക്കുന്നതും മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതൊക്കെ. നമ്മളിപ്പോൾ ഏകദേശം വിസിറ്റേഴ്സ് സെൻറ്റർ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബൗൾഡേഴ്സ് ബീച്ച് സൗത്ത് ആഫ്രിക്കൻ നാഷണൽ പാർക്കിൻ്റെ കീഴിലുള്ള ഒരു ബീച്ചാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വിസിറ്റേഴ്സ് സെൻറ്റർ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എക്സിറ്റ് പോയിൻറ്റും ഉണ്ട്. ടിക്കറ്റ് എടുക്കാൻ ചെറിയ ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത് അഡൾട്ടിന് 245 സൗത്ത് ആഫ്രിക്കൻ റാൻഡാണ്. ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 1400ഓളം രൂപ. അതുപോലെ കിഡ്സിന് 120 സൗത്ത് ആഫ്രിക്കൻ റാൻഡാണ് വരുന്നത്, ഏകദേശം 700ഓളം ഇന്ത്യൻ രൂപയാണ്. നമുക്കിവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി. ഇവിടെ 2-3 വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള വ്യൂ പോയിൻറ്റിലേക്ക് നടക്കാം. അപ്പോൾ ഈ ബോർഡ് വാക്ക് വഴിയാണ് നമ്മൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ബോർഡ് വാക്ക് നടന്ന് നമ്മൾ ബീച്ചിൻ്റെ തൊട്ടടുത്ത് എത്തിച്ചേരുന്നതാണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ നീല കളർ കാണാം, നല്ല അടിപൊളി വൈബുള്ള ഒരു കാഴ്ചയാണ്. അതുപോലെ ഈ കുറ്റിച്ചെടികളുടെ പച്ച നിറവും ഒക്കെ ആയിട്ട് നല്ല ഒരു രസമുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. എല്ലാം അൺടച്ച്ഡ് ആയിട്ട് കിടക്കുന്ന നാച്ചർ പോലെ തോന്നുന്നു നിങ്ങൾക്ക്. അതുപോലെ നമ്മൾ ഈ പാത്ത് വിട്ട് താഴേക്ക് ഇറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ ലിറ്ററിങ് പാടില്ല, വേസ്റ്റുകളൊന്നും വലിച്ചെറിയാൻ പാടില്ല. ഇത് അത്രയും ക്ലീനായിട്ടാണ് അവർ സംരക്ഷിച്ചു വരുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ അവിടെ ഒരു ടെലസ്കോപ്പ് വെച്ചിരിക്കുന്നത് കാണാം. കേപ്പ് ടൗണിൽ മിക്കവാറും നല്ല കാറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഈ ബോർഡ് വാക്കിൽ നിറയെ മണലൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ കുറ്റിച്ചെടികളുടെ അവിടെയൊക്കെ ചില സമയങ്ങളിൽ പെൻഗ്വിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതാ വ്യൂ പോയിൻ്റ് എത്താറായി. ഇനി ഇവിടെ നിങ്ങൾക്ക് നിറയെ പെൻഗ്വിൻസിനെ കാണാം. നല്ല അടിപൊളി രസമുള്ള ഒരു കാഴ്ചയാണ്. ഇതാ പെൻഗ്വിൻസ് നിൽക്കണ കണ്ട. നമ്മുടെ ഈ പാത്തിൻ്റെ അടിയിലും പാറകളുടെ ഇടയിലും ഒക്കെ ഒരുപാട് പെൻഗ്വിൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ പെൻഗ്വിൻസ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന അന്റാർട്ടിക് പെൻഗ്വിൻസ് അല്ല, ഇവ ആഫ്രിക്കൻ പെൻഗ്വിൻസ് ആണ്. അപ്പോൾ ഇവരുടെ സൈസ് താരതമ്യേന ചെറുതാണ് കമ്പയർ ടു അന്റാർട്ടിക് പെൻഗ്വിൻസ്. ഇവയെ ജാക്കാസ് പെൻഗ്വിൻസ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അതിന് കാരണം ഇവരുടെ ശബ്ദം കഴുതയുടെ നിലവിളി പോലെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽസ് ഇവയെ ജാക്കാസ് പെൻഗ്വിൻസ് എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. ആഫ്രിക്കൻ പെൻഗ്വിൻസിൻ്റെ എണ്ണം ഇന്ന് ലോകത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവ എൻഡാഞ്ചേർഡ് സ്പീഷീസ് ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന അനിമൽസിൻ്റെ ലിസ്റ്റിലുണ്ട്. പണ്ട് കാലത്തൊക്കെ ഏകദേശം ലക്ഷക്കണക്കിനൊക്കെ ഉണ്ടായിരുന്ന പെൻഗ്വിൻസ് ആയിരുന്നു ഇവ. ഇപ്പോൾ വളരെ കുറഞ്ഞ നിലയിലാണുള്ളത്. പക്ഷേ സൗത്ത് ആഫ്രിക്കൻ കൺസർവേഷൻ പരിപാടികളുടെ പ്രയത്നഫലമായി ആഫ്രിക്കൻ പെൻഗ്വിൻസിൻ്റെ പോപ്പുലേഷൻ കൂട്ടാനുള്ള ശ്രമങ്ങൾ സക്സസ്ഫുള്ളി നടക്കുന്നുണ്ട്. ഈ കാണുന്ന ഗ്രാനൈറ്റ് പാറകളൊക്കെ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഈ പാറകൾ തന്നെയാണ് ഇവിടെ താമസിക്കുന്ന പെൻഗ്വിനുകൾക്ക് സുരക്ഷയും ആശ്രയവും നൽകുന്നതൊക്കെ കേട്ടോ. ഈ ആഫ്രിക്കൻ പെൻഗ്വിൻസിൻ്റെ കണ്ണിന് മുകളിൽ ഒരു പിങ്ക് ഗ്ലാൻഡ് ഉണ്ട്. അത് ചൂട് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഈ ആഫ്രിക്കൻ പെൻഗ്വിൻസ് മാക്സിമം 4 kg വെയിറ്റ് ആണ് വരുന്നത്. അതുപോലെ ആഫ്രിക്കൻ പെൻഗ്വിൻസ് മേറ്റ് ഫോർ ലൈഫാണ്. അതായത് അവർ ജീവിതകാലം മുഴുവൻ ഒരു ഇണയുടെ കൂടെ മാത്രമേ സ്പെൻഡ് ചെയ്യുള്ളൂ. ഇവ കൂട്ടമായി കോളനി ആയിട്ടാണ് ജീവിക്കാറുള്ളത്. സൗത്ത് ആഫ്രിക്കയും നമീബിയ മാത്രമാണ് ആഫ്രിക്കൻ പെൻഗ്വിൻസിൻ്റെ കോളനീസ് ഉള്ളൂ. നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാളയാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം കേട്ടോ. ബൗൾഡേഴ്സ് ബീച്ച് സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സമയം രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ്. ഈ സമയത്താണ് പെൻഗ്വിൻസ് കൂടുതൽ ആക്റ്റീവ് ആവുക. ഉച്ച സമയത്തൊക്കെ ഏകദേശം ഇതുപോലെ വെയിൽ കാഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടാവും. പൊതുവെ ഏത് മാസം വന്നാലും നമുക്ക് പെൻഗ്വിൻസിനെ ഇവിടെ കാണാവുന്നതാണ്. അങ്ങനെ സീസണലൊന്നുമല്ല.
എന്നാലും ഏപ്രിൽ ടു മെയ് ഒരു നല്ലൊരു ചോയ്സാണ്. ഈ സമയത്ത് കുറവ് കാറ്റും കുറവ് ക്രൗഡും ആയിരിക്കും, ഒരു കംഫർട്ടബിൾ ടെമ്പറേച്ചർ ആയിരിക്കും. ലോകത്ത് പലതരം ബീച്ചുകളുണ്ടാവും, പക്ഷേ ഇത്രയും മനോഹരവും ക്യൂട്ടായിട്ടുള്ളൊരു ബീച്ച് വേറെ എവിടെയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടിയാണ് കേട്ടോ. മനുഷ്യരും പെൻഗ്വിനുകളും ഇത്ര അടുത്ത് ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം വളരെ അപൂർവമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പെൻഗ്വിനുകൾ നടക്കുന്നതും അവർ കടലിലേക്ക് ഇങ്ങനെ ചാടുന്നതും കടലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും എന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടയുന്നതും അതുപോലെ മണലിൽ കിടന്ന് വിശ്രമിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ കാണുന്നതാണ് വേറൊരു വ്യൂ പോയിൻറ്റ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഒരു 2-3 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ വളരെ രസമുള്ളൊരു അനുഭവമാണിത്. നിങ്ങൾ കേപ്പ് ടൗൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ബൗൾഡേഴ്സ് ബീച്ച്. അതെന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കോളൂ. നല്ല വർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. മറ്റൊരു കാര്യം കൂടി പറയാം, ഈ പെൻഗ്വിനുകൾ ബൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കാരണം നമ്മളിവരെ ഫീഡ് ചെയ്യാനോ ടച്ച് ചെയ്യാനോ ഡിസ്റ്റർബ് ചെയ്യാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ 500 റൂപ ഫൈൻ കൂടെ അടയ്ക്കേണ്ടി വരും നമ്മളിവിടെ. അപ്പോൾ ബൗൾഡേഴ്സ് ബീച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും ഇവിടെയുള്ളൊരു സീക്രട്ട് ബീച്ചും എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.